ഇത്തവണ മുൻ ഇന്ത്യൻ ഓപ്പണർ വസീം ജാഫറിന്റെ ക്രിക്കറ്റ് കരിയറിലെ ഒരു വിവാദത്തിലേക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാം, കളിച്ചിരുന്ന കാലത്തോ മറ്റോ ഒന്നും അങ്ങനെ വിവാദങ്ങളിലൊന്നും ഇടപെടാതിരുന്ന താരമായിരുന്നു ജാഫർ. പിന്നീട് ട്വിറ്ററിൽ ഏറെ തരംഗമായ വസീം ജാഫർ മൈക്കൽ വോൺ വാക്ക് യുദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. എന്നാൽ 2021 തുടക്കത്തിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു വിവാദത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്നത്. അന്ന് ആ സമയത്ത് ഉത്തരാഖണ്ഡ് ടീമിന്റെ പരിശീലക സ്ഥാനം ആയിരുന്നു വസീം ജാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അന്ന് രാജ്യസന്നദ്ധത അറിയിച്ച ജാഫറിനെതിരെ വർഗീയ ആരോപണവുമായി ഉത്തരാഖണ്ഡ് അസോസിയേഷൻ സെക്രട്ടറിയായ മാഹിം വർമ്മ രംഗത്തെത്തിയതായിരുന്നു വിവാദം. വസീം ജാഫർ ഡ്രസ്സിംഗ് റൂമിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നെന്നും മുസ്ലിം താരങ്ങൾക്ക് ടീമിൽ മുൻഗണന നൽകുകയാണ് എന്നുമായിരുന്നു അന്ന് മാഹിം വർമ്മ അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണം. വസീം ജാഫർ പരിശീലനത്തിനിടെ ഒരു മൗലവിയെ വിളിച്ചു വരുത്തിയെന്നും താരങ്ങൾ ഹനുമാൻ ഭക്തിഗാനം ഉരുവിടുന്നതിനെ എതിർത്തുവെന്നുമാണ് അന്ന് വർമ്മ ആരോപിച്ചത്. അതുപോലെ ഇക്ബാൽ അബ്ദുള്ളയെ ക്യാപ്റ്റനാക്കിയതിനെതിരെയും ആ സമയത്ത് വർമ്മ വർഗീയ ആരോപണം ഉയർത്തുകയുണ്ടായി. അന്നത്തെ രാജ്യസംബന്ധമായും തുടർന്നുണ്ടായ വിവാദ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വസീം ജാഫർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ച് വിഷയത്തിൽ വർഗീയത കലർത്തുന്നത് ദുഃഖകരമാണ് എന്നാണ് വസീം ജാഫർ മാഹിം വർമ്മയ്ക്ക് ഉള്ള മറുപടിയായി എന്ന് പറഞ്ഞത്. ഒരാൾക്ക് വന്നുപെടാവുന്ന ഏറ്റവും മോശം അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. രാജ്യക്കെതിരെ ഉന്നയിച്ച വർഗീയ വശം സങ്കടകരമാണ്. തന്നെ വർഗീയവാദ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ വിഷയത്തിൽ വർഗീയത കലർത്തുന്നത് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വളരെ കാലമായി എന്നെ അറിയാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ രാജിവെക്കുന്നതിന് മുൻപ് തന്നെ എന്നെ പിരിച്ചുവിടുമായിരുന്നല്ലോ എന്നാണ് വസീം ജാഫർ ഈ ഒരു വർഗീയ ആരോപണത്തിന് മറുപടിയുമായി രംഗത്ത് വന്നത്.